ഇരട്ടി സംസ്ഥാന പാതയിൽ പലയിടത്തും രൂപപ്പെട്ട കുഴികൾ അപകടക്കെണിയാകുന്നു. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ശ്രീകണ്ഠപുരം നഗരത്തിൽ ഭൂഗർഭ വൈദ്യുത കേബിൾ പ്രവർത്തിക്കായെടുത്ത കുഴികളും ദുരിതം വിതയ്ക്കുകയാണ്. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ ശ്രീകണ്ഠപുരം നഗരത്തിലും മറ്റ് ഭാഗങ്ങളിലുമുള്ള കുഴികൾ അപകടങ്ങൾക്കിടയാക്കുകയാണ്. ചെങ്ങളായി, പരിപ്പായി, കണിയാർവയൽ വളവ്, മടമ്പം ജംഗ്ഷൻ, വില്ലേജ് ഓഫീസ് പരിസരം, പെരുവളത്തുപറമ്പ്, നിലാമുറ്റം, മാമാനം, ഇരിക്കൂർ ടൗൺ, പെടയങ്ങാട് എന്നിവിടങ്ങളിലാണ് അപകട കുഴികളുള്ളത്. കണിയാർവയൽ ജംഗ്ഷനിൽ മാത്രം ചെറുതും വലുതുമായ 2 കുഴികളുണ്ട്. അരയടിയോളം താഴ്ചയിലാണ് പല കുഴികളും. വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം കുഴിയുടെ ആഴമറിയാതെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡ് കവാടത്തിലും കുഴികൾ രൂപപ്പെട്ടിട്ട് മാസങ്ങളായി. ശ്രീകണ്ഠപുരം നഗരത്തിലെ ഭൂഗർഭ വൈദ്യുത കേബിൾ പ്രവൃത്തിക്കായി പരിപ്പായ മുതൽ കോട്ടൂർ വരെ പലയിടത്തും കുഴിയെടുത്തതും ദുരിതമാകുന്നുണ്ട്. മഴ കാരണം പ്രവൃത്തികളെല്ലാം നിലച്ചിരിക്കുകയാണ്. പ്രധാന പാതയിലെ കേബിൾ കുഴികളും ഭീഷണി സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. ശ്രീകണ്ഠപുരം ഇലക്ട്രിസിറ്റിൻ്റെ കേബിൾ പോകാൻ വേണ്ടി റോഡ് സൈഡിൽ കംപ്ലീറ്റ് മാറ്റിയത് അത് ഇൻ്റർലോക്ക് ചെയ്ത സ്ഥലമായിരുന്നു. മൊത്തം ഈ 5 കോടി ഉറുപ്പിക വർക്കിൽ മൊത്തം ശ്രീകണ്ഠപുരം ടൗൺ കംപ്ലീറ്റ് ക്ലീനാക്കിയതാണ്. എല്ലാ സ്ഥലത്തും ഇൻ്റർലോക്ക് വെച്ച് അതിൽ കേബിളിട്ട് ആ കേബിളിട്ട് എല്ലാം ഇപ്പോൾ കുഴി വെച്ചു. ആ ഇട്ട സ്ഥലം കേബിളിടാൻ വേണ്ടി കുഴി വെച്ചിട്ട് ഇങ്ങനെ ആ ചളി മണ്ണും ഓടസ പോകുമ്പോൾ ആൾ പോകുമ്പോൾ ഇപ്പം തന്നെ വരുമ്പം തന്നെ ആളാടന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ കുഴി കുഴിച്ച് വെച്ചിട്ടുള്ളത്. അത് മൂടാതെ അത് അന്നേരം കുഴിച്ച് അത് ഇട്ടിട്ടാകുമ്പോൾ മൂടിയിട്ടുണ്ടെങ്കിൽ ഓരോ പോസ്റ്റിൻ്റെ വീട്ടിലും ആടെ കുഴി വെച്ച് വെച്ചിട്ടാണ്. എന്താ ഇതിൻ്റെ കാരണം നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. അതെന്തായാലും ആൾക്കും ജനങ്ങൾക്കും ഓട്ടോക്കാർക്കും യാത്രക്കാർക്കും എല്ലാം ബുദ്ധിമുട്ടാണ്. കണിയാർവയലിലെയും ശ്രീകണ്ഠപുരം ടൗണിലെ ഗാന്ധി സർക്കിളിലുമുള്ള കുഴികളാണ് ഏറെ ദുരിതം. സമീപത്ത് തന്നെ വലിയ വളവുള്ളതിനാൽ മുന്നിലെത്തുമ്പോൾ മാത്രമാണ് തകർന്ന ഭാഗം ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പൊടുന്നനെ ബ്രേക്കിടുന്നതും കുഴിയിൽ ചാടാതിരിക്കാൻ വെട്ടിക്കുന്നതും അപകടങ്ങൾക്കിടയാക്കുന്നു. കഴിഞ്ഞ മെയ്യിലാണ് സംസ്ഥാനപാത നവീകരണം നടത്തിയത്. അതിനുശേഷം അറ്റകുറ്റപ്പണികൾ മാത്രമാണ് നടന്നത്. PWD ദേശീയപാത വിഭാഗം അറ്റകുറ്റപ്പണി നടത്തിയ കുഴികൾ അടച്ചെങ്കിലും മഴ കനത്തതിനാൽ പുതിയ കുഴികൾ രൂപപ്പെട്ടു. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിലെ കുഴികൾ PWD അടച്ചു തുടങ്ങിയെന്നും മഴ മാറിയാൽ കുഴികൾ GSP ഇട്ട് നികത്തി മുകളിൽ റെഡിമിക്സ് ബിറ്റുമിൻ ഉപയോഗിച്ച് ഉറപ്പിക്കുമെന്നുമാണ് അധികൃതർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.